നമസ്കാരം. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ 70% ജലമാണ്. ആധുനിക മനുഷ്യൻ ബഹിരാകാശത്തെക്കുറിച്ചും ചൊവ്വയെക്കുറിച്ചും പഠിക്കാൻ കോടികൾ ചെലവാക്കുമ്പോഴും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സമുദ്രത്തിന്റെ വെറും 5% മാത്രമാണ് നമുക്ക് കൃത്യമായി അറിയാവുന്നത്. ആ അറിവില്ലായ്മയുടെ ആഴങ്ങളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വടക്കേ ധ്രുവം മുതൽ തെക്കേ ധ്രുവം വരെ നീളുന്ന ഒരു കൂറ്റൻ മതിൽ. ആരാണ് ഈ മതിൽ നിർമ്മിച്ചത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുങ്ങിപ്പോയ ഏതെങ്കിലും വികസിത നാഗരികതയുടെ ശേഷിപ്പാണോ ഇത്? അതോ അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിൽ താവളമൊരുക്കാൻ നിർമ്മിച്ച വിസ്മയമോ? ഈ മതിലിന്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചതൊരു ബഹിരാകാശ ഏജൻസിയോ വമ്പൻ പരിവേഷണ കപ്പലുകളോ അല്ല, ഗൂഗിൾ എർത്ത് എന്ന സാങ്കേതിക വിദ്യയാണ്. ആഴക്കടലിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ച ചില സ്വതന്ത്ര ഗവേഷകരാണ് വിചിത്രമായ ഈ ഒരു രേഖ പസഫിക് സമുദ്രത്തിന്റെ നടുവിലായി ശ്രദ്ധിച്ചത്. വെറും ഒരു വര പോലെയല്ല, മറിച്ച് കൃത്യമായ ഉയരവും വശവുമുള്ള ഒരു ഭിത്തി പോലെയാണ് ഇത് കാണപ്പെട്ടത്. ഈ മതിൽ കൃത്യമായി പസഫിക് സമുദ്രത്തിന്റെ നടുവിലൂടെയാണ് കടന്നുപോകുന്നത്. ചിലയിടങ്ങളിൽ ഇതിന് മൈലുകളോളം വീതി ഉണ്ടെന്നും മറ്റു ചില ഇടങ്ങളിൽ ഇതിന് കടലിന്റെ ഉപരിതലത്തിൽ നിന്ന് കിലോമീറ്ററുകൾ താഴെയാണെന്നും പറയപ്പെടുന്നു. പ്രകൃതിദത്തമായി ഇത്രയും കൃത്യമായ ഒരു മതിൽ നിർമ്മിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന വാദമാണ് ഇതിനെ വലിയൊരു നിഗൂഢതയാക്കി മാറ്റിയത്. ആരാണ് ഈ നിർമ്മാണത്തിന് പിന്നിൽ? ഈ കണ്ടെത്തലിനെ കുറിച്ച് ലോകമെമ്പാടും 3 തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പുരാതന വികസിത നാഗരികതകൾ. നമ്മുടെ പുരാണത്തിലും ചരിത്ര രേഖകളിലും സൂചിപ്പിക്കുന്ന അറ്റ്ലാന്റിസ് അല്ലെങ്കിൽ ലെമൂറിയ പോലുള്ള ഭൂഖണ്ഡങ്ങളുടെ ഭാഗമാണോ ഈ മതിൽ? 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായ വലിയ പ്രളയത്തിലോ ഭൂകമ്പത്തിലോ മുങ്ങിപ്പോയ ഒരു വികസിത സാമ്രാജ്യത്തിന്റെ അതിർത്തി ഭിത്തിയാകാം ഇതെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ആധുനിക മനുഷ്യൻ കരുതുന്നതിനേക്കാൾ വലിയ സാങ്കേതിക വിദ്യകൾ അക്കാലത്ത് നിലനിന്നിരുന്നു എന്നതിന്റെ തെളിവായി ഇതിനെ കാണാം. രണ്ടാമതായി പറയുന്നത് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. മനുഷ്യർക്ക് ഇത്രയും ആഴത്തിൽ ഇത്രയും ദൂരത്തിൽ ഒരു മതിൽ പണിയാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവർ ഏലിയൻ തിയറികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭൂമിക്ക് പുറത്തുള്ള ജീവികൾ സമുദ്രത്തിനടിയിൽ താവളങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഈ മതിൽ അതിന്റെ ഭാഗമാണെന്ന് ഇവർ വാദിക്കുന്നു. പലപ്പോഴും വിമാനങ്ങളും കപ്പലുകളും കാണാതാകുന്ന പസഫിക് സമുദ്രത്തിലെ ചില ഭാഗങ്ങളോട് ചേർത്ത് ഈ മതിലുകൾ കാണപ്പെടുന്നത് ഈ സംശയത്തെ ബലപ്പെടുത്തുന്നു. പ്രകൃതിദത്തമായ മാറ്റങ്ങളെക്കുറിച്ചാണ് മൂന്നാമതായി പറയുന്നത്. ശാസ്ത്രജ്ഞരിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നത് ഇത് സമുദ്രത്തിനടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലമുണ്ടായ രൂപമാറ്റമാണ് എന്നാണ്. സമുദ്രാന്തർഭാഗത്തെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും വഴി ലാവ പുറത്തേക്ക് വന്ന് തണുത്തുറഞ്ഞപ്പോൾ രൂപപ്പെട്ട ഒരു മലനിരയായിരിക്കാം ഇത്. ഗൂഗിൾ എർത്തിന്റെ ഡാറ്റകൾ സംയോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ കാരണമാണ് ഇത് ഇത്ര കൃത്യമായ മതിലായി തോന്നുന്നത് എന്നും ഗൂഗിൾ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഗൂഗിൾ ഇതിനെ ഒരു സാങ്കേതിക പിഴവായി തള്ളിക്കളയുമ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. പല അന്തർവാഹിനികളും ഈ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ വിചിത്രമായ ശബ്ദതരംഗങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. പസഫിക് സമുദ്രത്തിലെ ബ്ലൂപ്പ് ശബ്ദവും ഈ മേഖലയുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നു. ഒരു പ്രകൃതിദത്തമായ മലനിരയാണെങ്കിൽ പോലും ഇത്രയും കൃത്യമായ ലംബമായ ആകൃതി എങ്ങനെ ഉണ്ടായി എന്നത് ജിയോളജിസ്റ്റുകളെ അമ്പരപ്പിക്കുന്നു. കൂടാതെ സമുദ്രത്തിനടിയിലെ പര്യവേഷണങ്ങൾ വളരെ ചിലവേറിയതും അപകടം നിറഞ്ഞതുമാണ്. 11 കിലോമീറ്റർ വരെ ആഴമുള്ള മരിയാന ട്രെഞ്ച് ഉൾപ്പെടെയുള്ള പസഫിക് സമുദ്രത്തിന്റെ പല ഭാഗങ്ങളും ഇന്ന് മനുഷ്യന് അപ്രാപ്യമാണ്. അവിടെ ഇനി എന്തൊക്കെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം? കടലിനടിയിലെ ഈ ഭീമൻ മതിൽ വെറും ഒരു ഗ്രാഫിക്സ് പിഴവാണോ അതോ ലോക ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിക്കുന്ന വലിയൊരു കണ്ടെത്തലാണോ? ഇതിനുള്ള കൃത്യമായ ഉത്തരം കാലം തെളിയിക്കേണ്ടതാണ്. എന്നാൽ ഒന്നുറപ്പാണ്, പ്രകൃതിയും ഭൂമിയും മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സമുദ്രത്തിനടിയിലെ ഈ രഹസ്യ മതിലിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് മനുഷ്യനിർമ്മിതമാണോ അതോ പ്രകൃതിയുടെ വികൃതിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. വെബ് ഡെസ്ക് തത്തുമൈ TV.